Somewhere like that, once, someone close to me. Now, a question lingers with each beat. Oh, I know one thing. If my pen has you, ink as vast as the ocean, and papers abundant as the brains, it is not enough. കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. യുവ എഴുത്തുകാരിയും അവസാന വർഷ നിയമ വിദ്യാർത്ഥിനിയുമായ ശബരി രാജേന്ദ്രന്റെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ പെർപെച്വൽ ലവ് ഓഫ് ക്യൂൽ പെൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു. നമസ്കാരം സാർ. ശബരി രാജേന്ദ്രൻ എന്നാണ്. അതെ. ആദ്യത്തെ ഞങ്ങളുടെ ജനതാ വായനശാല വെച്ചിട്ടാണ്. മാജിക് ഇങ്ക് ആൻഡ് ക്വിൽ എന്നാണ് പുസ്തകത്തിന്റെ പേര്. രണ്ടാമത്തെ പുസ്തകം പ്രസ് ക്ലബ്ബിൽ തിരുവനന്തപുരം വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പെർപെച്വൽ ലവ് ഓഫ് ക്യൂൽ പെൻസ് എന്ന പുസ്തകത്തിന്റെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ഇംഗ്ലീഷ് കവിതാ സമാഹാരമാണ്. പ്രചോദനം കുട്ടിക്കാലം മുതലേ വായിക്കാൻ ഇഷ്ടമാണ്. ചെറുതായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ വീട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വളർന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ എഴുതണം എന്ന്. അങ്ങനെ ഞാനിതുപോലെ എൻ്റെ ഫാമിലിയോട് പറയും കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പുസ്തകം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പെർപെച്വൽ ലവ് ഓഫ് ക്യൂൽ പെൻസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും സ്നേഹമാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം സ്നേഹം പ്ലസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ലവ് ഉണ്ട്, ബ്രേക്കപ്പ് ഉണ്ട്, ലവ് ഫെയിലിയർ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഫെയിലിയേഴ്സ് ഉണ്ട്, സക്സസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊന്നും അല്ല, നെഗറ്റീവായിട്ട് സംഭവിച്ച കാര്യങ്ങളിൽ പോസിറ്റിവിറ്റിയോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഇൻറ്റൻഷനാണ്. നോ മാറ്റർ വാട്ട്, നമുക്ക് ഓരോ ദിവസം ഓരോ ബിഗിനിങ്സ് ആണ്. പ്ലസ് ഒരു സൂര്യോദയം പോലെ ഓരോ രീതിയിലേക്ക് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇൻറ്റൻഷനും കൂടിയാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. മാജിക് ഇങ്ക് ആൻഡ് ക്വിൽ. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് പെർപെച്വൽ ലവ് ഓഫ് ക്യൂൽ പെൻസ്. പ്ലസ് ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആഡ് ചെയ്ത് ഇൻ ദ സെൻസ് നമ്മുടെ ആ ഒരു ബാക്കിലാണെങ്കിലും കവർ പേജസ് ചാലഞ്ചസ് ഒന്നും നമുക്ക് ലൈഫിൽ ഒരു ബാരിയർ അല്ല. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചലഞ്ചസ് ഉണ്ടായാലേ പറ്റൂ. എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് ചലഞ്ചസ് സംഭവിച്ചാൽ അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. ഒരിക്കലും അല്ല. നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയാണ് കൊടുക്കുന്നത്. ചടങ്ങിൽ മുഖ്യ അതിഥിയായെത്തിയ മുൻ കോഴിക്കോട് ജില്ലാ കളക്ടറും എഴുത്തുകാരനുമായ പ്രശാന്ത് നായർ IAS പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് ഡോക്ടർ രാധാകൃഷ്ണൻ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ നോവലിസ്റ്റ് വി ഷെനിലാൽ, ലോ കോളേജ് ലോ അക്കാദമി ഡയറക്ടർ പ്രൊഫസർ കെ അനിൽകുമാർ, റൈറ്റർ മധുര ബാലചന്ദ്രൻ, കെ ജഗദീഷ് ചന്ദ്രൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പ്രമുഖ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീ പെരുമ്പടം ശ്രീധരൻ സാറായിരുന്നു. അതും ഈ വായനശാലയെ വെച്ചിട്ടാണ് എന്നെ ആദ്യാക്ഷരം കുറിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ആയിരിക്കാം ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് കുട്ടിയിലേ ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം സാറിനോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യൻ എന്നെ എഴുതിപ്പിക്കുകയും എനിക്കും ആ അക്ഷരം എന്ന സത്യത്തിലൂടെ ഒരു പുസ്തകം ആക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം.
ഇത് ഏതാണ് വായനശാല? ഇത് ഏതാണ്? ഇത് ജനതാ വായനശാലയാണ്, പനപ്പാങ്കുന്നിലാണ്, എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഈ ജനതാ വായനശാലയെ വെച്ചിട്ടാണ് എൻ്റെ ആദ്യ പുസ്തകം മാജിക് ഇങ്ക് ആൻഡ് ക്വിൽ എന്ന് പറഞ്ഞ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേറെ സന്തോഷം എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ കാര്യത്തിലും ഇവിടേക്ക് തന്നെ എനിക്ക് എത്താൻ സാധിച്ചതിലാണ്. താങ്കളും ഈ വായനശാലയുമായി എത്ര വർഷത്തെ ബന്ധമാണ്? ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു 25 ഇയേഴ്സോളം ബന്ധമുണ്ട്. ആത്മബന്ധമുണ്ട്. കാരണം ഇവിടുത്തെ ഓരോ ആൾക്കാരുമായിട്ടും എനിക്ക് ആത്മബന്ധമുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇപ്പം എന്നെ ഇവരുടെ എല്ലാം വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് കാണുന്നത്. അനിമാമനാണേലും തുളസിമാമനാണേലും മുരളിമാമനാണേലും ഉണ്ണിമാമനാണേലും ഒക്കെ. ഞാൻ എൻ്റെ ആദ്യ പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം വന്ന് ജസ്റ്റ് ഇങ്ങനെ പറയുണ്ടായി, മാമ ഇങ്ങനെ എനിക്കൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. മാമ പറഞ്ഞു അതിനെന്താ മോളെ, ഒന്നും നോക്കണ്ട, നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും അധികം സപ്പോർട്ട് തന്നിട്ടുള്ളതൊക്കെ ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സരസ്വതി ക്ഷേത്രം എനിക്ക് അത്രയും ഞാനുമായിട്ട് ബന്ധമുള്ളൊരു സ്ഥാപനവും കൂടിയാണ്. വിസ്മയാനൂസ്, തിരുവനന്തപുരം.